പപ്പയുടെ ടിക്കറ്റിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് ശരിയാവും. ഞാൻ കാലത്തെ തന്നെ അങ്ങ് പോവുക. അർത്തിങ്കൽ പള്ളിയിൽ ഒരു നേർച്ചയുണ്ട്. നേർച്ച? അർത്തിങ്കൽ പള്ളിയില? അതപ്പോ നേർന്നു? അത് പണ്ട് മോക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോ നേർന്നതാ. നേർച്ചയും കഴിഞ്ഞ് എറണാകുളത്തും ടിക്കറ്റും എടുത്ത് ഞാൻ അങ്ങ് പോയേക്കാം. സാറേ. സാറല്ലടോ മോൻ. നേരെ വൈകുന്നു. തനിക്ക് അർത്തിങ്കൽ പള്ളിയില് നേർച്ചയ്ക്ക് പോണ്ടേ? തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത് ആ കുട്ടി താഴ്ത്തുണ്ടാവും. യാത്ര പറച്ചില് മെലോ ഡ്രാമയാക്കി കുളമാക്കരുത്. അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അവസാനം? 6 മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂർ പോകുന്നു. അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ്. അതിൽ സണ്ണിയുടെ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി. ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. താങ്ക്സ് ഫോർ എവറിത്തിങ് അയ്യർ ജോൺ. വാ. അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം. വേഷം കെട്ടിലായിരുന്നെങ്കിലും 2 ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞ് പോവാന്ന് തോന്നിപ്പോവുക. മെലോ ഡ്രാമ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാം. ചന്ദ്ര, ഇത് വേണ്ട, പരിചയപ്പെടുത്തണ്ട. ഞങ്ങൾ പരിചയപ്പെട്ടോളാം. ഞാൻ പള്ളിമേടയിലുണ്ടാവും. നാൻസി അല്ലേ? എങ്ങനെ മനസ്സിലായി? പരിചയപ്പെട്ട നാൾ മുതൽ സണ്ണിച്ചൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെ കുറിച്ചുള്ള വർത്താനങ്ങളാ. നാട്ടിലെ എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക. കൂടിക്കാഴ്ചയും മനസ്സ് ചോദ്യവും ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം. മിസ്സിസ് സാന്ദ്ര ബാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ 4 മാസമാക്കി കുറച്ചു. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ? അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയേക്കാൾ എത്രയോ നിസ്സാരമാണത്. ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റൂ? സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കുകയായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ സ്വിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിലങ്ങ് അയക്കോ. സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗെയിൻ ചെയ്യരുത്. കള്ളി വിളിച്ചതാവും. എന്നാ വേണ്ട, കുടിക്കടി. അമ്മച്ചിയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ? മതി. 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡി ആയിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയെയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞ് വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണേന്ന് മാത്രമാ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മടുത്തു ഈ അഭിനയം. അത് പല മുറികളിൽ പലരോടത്ത് അന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തനോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപൂറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽപ്പെട്ടവളുമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ
സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ. സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലൊക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയൊക്കെ വേണമെങ്കിൽ രമണി കൊണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കാണ്ട് തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും. ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട. അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി. പാലായ്ക്ക് കൊണ്ടുപോയാ പിന്നീടുള്ള പോക്കുവരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീയും കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പൊയ്ക്കോളാം. അമ്മച്ചി വരണ്ട, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ, ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ് ചെക്കപ്പിന്. ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും, പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും, നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല 3.5 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ വെറുതെ. സാന്ദ്ര, സാന്ദ്ര, ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച് പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. ആ നാൻസി, എന്താ ഇവിടെ? എന്ത് പറ്റിയത്? പടിയിറങ്ങിയപ്പോ അല്ല, വാതിലിൽ തട്ടി വീണതാ. അതൊന്നുമല്ല. എന്താ ഉണ്ടായത്? സത്യം പറ. പോള ചെയ്തെന്ന് പറഞ്ഞില്ലേ? പൊളച്ചും വീട്ടിലില്ല, വേളാങ്കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കൊയറ് പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ
എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. മനസ്സിലാവുന്നില്ലേ? തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേഴ്സും പ്രിൻസിപ്പലും ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകതിരിവ് അത് വേണം. ആ ബോധം അതിന് നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ലല്ലോ. ഒരുത്തി മടത്തി ചേർന്ന് പുല്ലാങ്കുന്നേലെയാണ് വായെ തൂങ്ങി നീ കുറെ കളി കളിച്ചു. ഇനി ഇന്ന് മുതൽ ഞങ്ങൾ കളിക്കാൻ പോകാം. നിനക്ക് എന്താണ് ചെയ്യാണെന്ന് വെച്ചാൽ ചെയ്തോ. യോമാനെ തൊട്ടാൽ നമ്മുടെ കൈ നാറും. എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? കുറച്ച് നാളായിട്ട് യോമാർക്ക് ഒരു കൊട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. യോമാനെ നമുക്ക് ഡീലേ സണിച്ചാ കാണിച്ചു. എന്തിയാടാ പാലോമറ്റ സണ്ണി അമ്മാവൻ ആനപ്പുറത്ത് കയറിയ വരുമാന്റെ ആസനത്തിൽ തരമ്പ് കാണുകടാ. ഇവനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു. അറസ്റ്റ് ചെയ്തു. സാക്ഷികളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ തന്നെ എവനോട് ഇതൊക്കെ പറയുന്നതിനാ? ആണുങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നത് നേർക്ക് നേരെ എന്നാ. എന്റെ വീട്ടിലെ പട്ടിക്കെട്ട് തല്ലണേലും നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം. ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന. വിട്ടില്ലെങ്കിലോ? വിട്ടേ പറ്റൂ. ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും. എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ. ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാം. മിണ്ടിപ്പോകരുത്, കൊന്നുകളഞ്ഞ അതിനും തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ വിലയേറിയ ഒരു സർട്ടിഫിക്കറ്റ്. നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം. ബാത്റൂമിൽ വീണെന്നോ അല്ലെങ്കിൽ മറ്റേ ലോറി ഇടിച്ചെന്നോ കള്ളക്കഥ ചമയ്ക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകാതെ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. എഴുതടാ, എഴുത്, എഴുത്. ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു നാൾ നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അതുകൊണ്ട് ഒരു പേരില് വക്കീൽ സാറേ, എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് CI ദാമോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യിക്കാൻ സാറിന് പറ്റുമോ? നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി ഒരിക്കലും അയാൾ സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ തൊപ്പിയൊന്ന് ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്ത് തരണം. ശരി, ഓക്കെ ഓക്കെ. പാപ്പച്ചയ, സംഗതി സീരിയസാ. ഇപ്പൊ സസ്പെൻഷനാ. കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും. താൻ കിടന്ന് കഴിവേറാതെ. സസ്പെൻഷൻ അല്ലേ? ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് ഊരാടോ. മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയി അച്ചായോ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ആ പൈലെ നമുക്കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവന്റെ മൊഴി പോലിരിക്കും ഇനി എന്റെ കാര്യങ്ങൾ. പത്മനാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓർമ്മേണ്ട. ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ്, അടുത്തത് ഡിസ്മിസലാണ്. സർവീസിൽ നിന്നല്ല, ലോകത്തുനിന്ന് തന്നെ. ഓർത്തോ?